നിലവിലെ മുഖ്യമന്ത്രിക്കെതിരെ വസുന്ധര പക്ഷത്തിന്റെ ശക്തമായ ഒളിയമ്പുണ്ടെന്നും വളരെ വൈകാതെ തന്നെ രാജസ്ഥാനിൽ BJPക്ക് കനത്ത നഷ്ടം സംഭവിക്കുമെന്നും കോൺഗ്രസിന് ഇടക്കാലത്ത് വലിയ തോതിൽ ശക്തമായി അവരുടെ സ്രോതസ് വർദ്ധിച്ചു. സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള ഒഴിഞ്ഞ പോര് ഇടക്കാലത്തൊക്കെ BJPക്ക് ഉപകാരപ്രദമായിരുന്നുവെങ്കിൽ പോലും അതൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. സച്ചിൻ പൈലറ്റിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു. ഗെഹ്ലോട്ട് നിലവിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോകാൻ തുനിയുകയാണ്. നമുക്കറിയാം, സച്ചിൻ പൈലറ്റിന്റെ അഹോരാത്രമായ പണി തന്നെയാണ് കോൺഗ്രസിനെ അവിടെ 8 ലോക്സഭാ സീറ്റുകളിൽ വിജയിക്കാൻ പ്രേരണ നൽകിയത്. 8 ലോക്സഭാ സീറ്റുകൾ വിജയിച്ചെടുത്ത കോൺഗ്രസ് ബഹുദൂരം വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോയി. BJPയെ പോലെ തന്നെ വോട്ട് ഷെയർ കൃത്യമായി തന്നെ കോൺഗ്രസും കരസ്ഥമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വൈകാതെ തന്നെ രാജസ്ഥാനിൽ നടക്കാനും സാധ്യതയുണ്ട്. നിലവിലെ 40ഓളം MLA മാർക്ക് കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ആഗ്രഹമുണ്ട്. BJPയിൽ നിൽക്കുന്നതുകൊണ്ട് അതൃപ്തിയാണ്. വസുന്ധര പക്ഷക്കാരെ അടുപ്പിക്കുന്നതേയില്ല. നിലവിൽ ഭജൻലാൽ വലിയ തോതിൽ വസുന്ധര വിരോധം കാട്ടിയാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. അത് എത്ര നാൾ നീങ്ങും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. വസുന്ധര രാജ സിന്ധ്യയുടെ അടിവേരുകളൊന്നും അറുക്കാറായിട്ടില്ല അവിടുത്തെ BJPക്ക്. നിലവിൽ നരേന്ദ്രമോദിക്ക് എതിരായി തന്നെയാണ് വസുന്ധര രാജ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. നരേന്ദ്രമോദി തന്നെ രാജസ്ഥാന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ കളികൾ കളിച്ചു എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ നഷ്ടങ്ങൾ അതിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഭജൻലാലിനെ മാറ്റാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ വസുന്ധര പിന്നാമ്പുറത്ത് നിന്ന് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഭയത്തോടെ തന്നെ അവർ കാത്തിരുന്ന് കാണുകയാണ്. BJPയുടെ നിർണായകമായിട്ടുള്ള വേരോട്ടമുള്ള പല മേഖലകളിലും ഇക്കുറി കോൺഗ്രസ് കടന്നു കയറിയത് മിന്നുന്ന പ്രകടനത്തോടെയായിരുന്നു. അങ്ങനെയാണ് 8 ലോക്സഭാ സീറ്റുകൾ നേടിയെടുത്തത്. 2014-ലും 2019-ലും 25 സീറ്റ് നേടിയെടുത്ത് 50%-ലധികം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന BJP എങ്ങനെയാണ് കുത്തനെ 10%-ലധികം വോട്ട് ഷെയറിൽ കുറവ് വന്നത്, 8 സീറ്റുകൾ നഷ്ടപ്പെട്ടത് എന്നത് എത്ര പഠനങ്ങൾ നടത്തിയാലും വളരെ വ്യക്തമാകുന്ന കാര്യമല്ല.